ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ എൻജിൻ ട്രബിൾ എന്ന പാഠഭാഗത്തിലെ മുഴുവൻ ആക്ടിവിറ്റീസുമാണ്. അതേപോലെ നമുക്ക് അറിയാത്ത വേർഡിൻ്റെ മീനിങ്സും നമ്മൾ നോക്കുന്നുണ്ട്. പരിചയമില്ലാത്ത വാക്കുകളുടെ മീനിങ്സ് കൊടുക്കുന്നുണ്ട്, സമ്മറി ഉണ്ട്, മുഴുവൻ പ്രവർത്തനങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം സമ്മറി നോക്കാം. The narrator wins a road engine in a lottery at Gaity Land, a traveling fair, but soon realizes he has no way to transport or operate it. അപ്പൊ ഇതിലെ കഥാപാത്രം ഗെയ്റ്റി ലാൻഡ് എന്ന സഞ്ചരിക്കുന്ന മേളയിൽ നിന്നും ഒരു ലോട്ടറിയിലൂടെ ഒരു റോഡ് എഞ്ചിൻ നേടി. The narrator wins a road engine in the lottery at Gaity Land, a traveling fair. ഗെയ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് ഫെയർ ആണ്. അപ്പൊ അതിന് ഇയാൾക്ക് എന്ത് കിട്ടി? റോഡ് എഞ്ചിന് സമ്മാനമായിട്ട് ലോട്ടറി ആയിട്ട് കിട്ടി. It tries to sell it. അത് വിൽക്കാൻ ശ്രമിച്ചു. Hire someone to drive it and even pays rent to store it at the fairgrounds, which strains his limited finance. അപ്പൊ ഇയാൾക്ക് അത്ര വലിയ പൈസയൊന്നുമില്ല. പക്ഷെ അയാള് ഈ റോഡ് എഞ്ചിൻ സൂക്ഷിക്കാൻ എന്ത് ചെയ്തു? എങ്ങനെ ഓടിക്കണമെന്നോ അത് എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും അയാൾക്കറിയില്ല. അപ്പൊ എഞ്ചിന് വിൽക്കാൻ അയാൾ ശ്രമിച്ചു, ഡ്രൈവറെ കണ്ടെത്താൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും സാധിച്ചില്ല. ലാസ്റ്റ് എന്ത് ചെയ്തു? ഈ ഫെയർ നടക്കുന്ന മൈതാനത്ത് വാടകയ്ക്ക് സൂക്ഷിക്കാൻ പണം ചെലവഴിക്കേണ്ടി വന്നു. അപ്പൊ പണം അയാൾക്ക് കുറവാണ്, അയാൾക്ക് ഫൈനാൻഷ്യലി അയാൾ അത്ര സ്റ്റേബിൾ അല്ല. അപ്പം പണം കുറവായതുകൊണ്ട് അയാളുടെ സ്ഥിതി വഷളായി. വിച്ച് സ്ട്രെയിൻസ് ഹിസ് ലിമിറ്റഡ് ഫൈനാൻസ്. വിത്ത് നോ ഹെൽപ്പ് ഫ്രം എക്സ്പേർട്സ് ഹി എൻലിസ്റ്റ് ദ ടെമ്പിൾ എലിഫന്റ് 50 men and dismissed bus driver to move the engine. അപ്പോൾ അയാൾക്ക് അങ്ങനെ ആരെയും സഹായമൊന്നും കിട്ടിയില്ല. ഒടുവിൽ അയാൾ ഒരു ടെമ്പിളിലെ ആന, അതേപോലെ 50 തൊഴിലാളികൾ, പിന്നെ ജോലിയിൽ നിന്ന് പുറത്തായ ഒരു ബസ് ഡ്രൈവർ എന്നിവരുടെ സഹായത്തോടു കൂടി എഞ്ചിന് നീക്കാൻ ശ്രമം ആരംഭിച്ചു. The attempt ends in chaos as the engine smashes a wall, injures the elephant and causes public uproar. അപ്പൊ എന്ത് സംഭവിച്ചു? ആനയെ കൊണ്ടുവന്നു, 50 ആൾക്കാരെ കൊണ്ടുവന്നു, പക്ഷെ ഇത് നീക്കാൻ ശ്രമിച്ചു. പക്ഷെ വലിയ ചാവോസ് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളുണ്ടായി. എന്താ കുഴപ്പമുണ്ടായത്? ഈ നിയന്ത്രണം വിട്ട റോളർ പോയിട്ട് ഒരു കോമ്പൗണ്ട് മതിലിനിടിച്ച് എന്തുണ്ടായി? ആ കേടുപാടുകൾ ഉണ്ടായി. Injures the elephant and causes public uproar. Finally, an earthquake knocks the engine to disused well. പിന്നെ അങ്ങനെ അയാളെ പോലീസ് അറസ്റ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു? ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായപ്പോൾ ഈ റോഡ് റോളർ റോഡ് എഞ്ചിൻ എന്തിലേക്ക് പോയി? ഒരു അതായത് ആരും ഉപയോഗിക്കാത്ത ഒരു മൂടപ്പെട്ട കിണറിലേക്ക് വീണു. ഫൈനലി an earthquake knocks the engine into disused well. ഒരു ഉപയോഗിക്കാത്ത കിണറിലേക്ക് ഇത് എഞ്ചിന് വീഴുകയാണ്. The well's owner is happy to have it covered and pays off the narrator's debt. അപ്പൊ ഈ അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പൊ ആ കിണറിന്റെ ഉടമക്ക് വളരെ സന്തോഷമായി. അതിന് പകരമായിട്ട് അയാളുടെ കിണർ മൂടപ്പെട്ടല്ലോ, അതിന് പകരമായിട്ട് അയാളുടെ ഡെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടങ്ങൾ വീട്ടുന്നതിനുള്ള പൈസയൊക്കെ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. In the end, nature resolves the problem that human efforts could not damage. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ആ മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ആര് പരിഹരിച്ചു? നേച്ചർ സോൾവ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇത് സമ്മറി വളരെ ഉപകാരപ്പെടുന്നു വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കാം. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. Have you ever seen a show such a Gaity Land? Describe your experience. അപ്പം ഗെയ്റ്റി ലാൻഡ് പോലെയുള്ള ഏതെങ്കിലും ഫെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെ പറ്റി എഴുതാനാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ഇല്ലാന്ന് എഴുതാം. അപ്പൊ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. Yes, I have seen a fun fair in my town. It had colorful rides, game stalls and lots of food. അപ്പൊ ഞങ്ങളുടെ ടൗണിലും ഇങ്ങനെ ഒരു ഫെയർ ഉണ്ടായിരുന്നു. നല്ല കളർഫുൾ ആയിട്ടുള്ള റൈഡ്സ്, പലതരം റൈഡ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഗെയിം സ്റ്റാൾ ഉണ്ടാവും. ഗെയിമുകൾ പലതും നമുക്ക് കളിക്കാൻ കഴിയും. പിന്നെ ഒരുപാട് ഫുഡ് സ്റ്റാൾസ് ഉണ്ടാവും. I was fascinated by the acrobats and the lucky draw stalls. അതും ഉണ്ടാവും അല്ലെ, ലക്കി ഡ്രോ ഉള്ള സ്റ്റാൾസ് ഒക്കെ ഉണ്ട്. People were laughing and cheering
everywhere and the atmosphere was full of excitement. അപ്പൊ ഇങ്ങനെയുള്ളൊരു നമ്മൾ ഫെയറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? പിന്നെ നല്ലൊരു എക്സൈറ്റ്മെന്റും നല്ലൊരു എന്താ പറയുക ഭയങ്കര സന്തോഷമായിരിക്കും. ഒരുപാട് റൈഡ് ഉണ്ടാവും, ഒരുപാട് ഫുഡുകൾ ഉണ്ടാവും, പിന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ നല്ലൊരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ചിലപ്പോൾ ചില സ്ഥലത്ത് ഗാനമേളയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെലിബ്രിറ്റീൻ്റെ ഗാനമേള അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് എ റോഡ് എഞ്ചിൻ യൂസ്ഡ് ഫോർ? എന്തിനാണ് റോഡ് എഞ്ചിൻ അല്ലെങ്കിൽ റോഡ് റോളർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എ റോഡ് എഞ്ചിൻ ഈസ് ഓൾസോ കോൾഡ് റോഡ് റോളർ. റോഡ് റോളർ എന്നും ഇതിനെ വിളിക്കും. ഈസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ടു ഫ്ലാറ്റൻ ദ ലെവൽ റോഡ്സ്. അപ്പൊ ഈ റോഡുകളൊക്കെ ഫ്ലാറ്റ് ചെയ്യാൻ നല്ല പരന്നതാക്കാൻ ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്നതാണ് റോഡ് റോളർ. മേക്കിംഗ് ദ സ്മൂത്ത് ഫോർ വെഹിക്കിൾസ്. അപ്പം വാഹനങ്ങളൊക്കെ പോകാൻ സ്മൂത്ത് ആയിട്ട് നിൽക്കും. കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ ഒരേപോലെ ആക്കാനാണ് ഈ റോഡ് എഞ്ചിൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. വൈ കുഡിൻ ദ നരേറ്റർ ട്രാൻസ്പോർട്ട് ദ റോഡ് എഞ്ചിൻ ഇമ്മീഡിയറ്റ്ലി? എന്താണ് ഈ നരേറ്ററിന് ഈ റോഡ് എഞ്ചിൻ പെട്ടെന്ന് കൊണ്ടുപോകാൻ കഴിയാനത്? The narrator couldn't transport it because it was too large and heavy to carry home and he couldn't find anyone to drive it or help him move it. അപ്പം ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് വളരെ വലിയതാണ്, ടൂ ലാർജ് ആണ്. പിന്നെ ഹെവി ടു ക്യാരി ഹോം, വീട്ടിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, വളരെ ഭാരമുള്ളതാണ്, ഹെവി ആണ്. ആൻഡ് ഹി കുഡിന്റ് ഫൈൻഡ് എനിവൺ ടു ഡ്രൈവ് ഇറ്റ്. ആരെങ്കിലും ഇത് ഓടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഡ്രൈവറെയും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യാൻ ആരും. നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ ടെമ്പിൾ പ്രീസ്റ്റ് ഹെൽപ്പ് ദ നരേറ്റർ? ടെമ്പിൾ പ്രീസ്റ്റ് അതായത് പൂജാരി എങ്ങനെയാണ് സഹായിച്ചത്? The temple priest offered the use of his temple elephant to help move the engine. അപ്പൊ പ്രീസ്റ്റ് എന്താണ് ഓഫർ ചെയ്തത്? ആ ക്ഷേത്രത്തിൽ ഒരു ആനുണ്ട്, ആ ആനനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. The narrator also hired 50 men to push it and Joseph had dismissed bus driver to steer it. പിന്നെ വാടക ആരൊക്കെ എടുത്തു? 50 ആൾക്കാരെ ഇത് പുഷ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഡ്രൈവറെ, ഒരു പിരിച്ചുവിട്ട ഡ്രൈവറെയും കിട്ടി. ഇത്രയും ആളാണ് ഈ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻഡ് വെൻ ദ എൻജിൻ വാസ് മൂവ്ഡ് ടു റോഡ്? അപ്പൊ റോഡ് റോളർ റോഡിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? വെൻ ദേ ട്രൈ ടു മൂവ് ഇറ്റ് ദ എൻജിൻ വെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ. അവർ മൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ അതൊരു ഔട്ട് ഓഫ് കൺട്രോളിലായി, അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് അത് വിട്ടുപോയി. ഇറ്റ് സിക്സാക്ട് സ്മാഷ്ഡ് എ കോമ്പൗണ്ട് വാൾ ആൻഡ് ക്രിയേറ്റഡ് ചാവോസ്. അങ്ങനെ വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടായി, വളഞ്ഞു ഒഴുകിയിട്ട് ഒരു കോമ്പൗണ്ട് വാൾ പോയിട്ട് അതിനെ തട്ടിത്തെറിപ്പിച്ചു, കോമ്പൗണ്ട് വാളൊക്കെ ചിന്നി ചിതറായി. അങ്ങനെ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ദ എലിഫന്റ് ഗോട്ട് എൻജോർഡ്. ആനക്ക് ഇഞ്ചുറി പറ്റി. ദ വർക്കേഴ്സ് റാൻ അവേ. ഈ 50 men ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ചിന്നി ചിതറിപ്പോയി. ദ നരേറ്റർ വാസ് ഈവൻ അറസ്റ്റഡ് ബൈ ദ പോലീസ്. നരേറ്റർ എന്തായി? പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഹൗ ഡിഡ് നേച്ചർ ഹെൽപ്പ് ദ നരേറ്റർ സോൾവ് ഹിസ് പ്രോബ്ലം? എങ്ങനെയാണ് പ്രകൃതി, നേച്ചർ ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിച്ചത്? An earthquake shook the town. പെട്ടെന്ന് തന്നെ എന്ത് വന്നു? ഭൂകമ്പം വന്നു. And the road engine fell into a disused well. ഒരു ഉപയോഗശൂന്യമായ കിണറിലേക്ക് ഇത് പോയി വീണു. The well's owner was pleased to have the well covered and helped the narrator pay off all his debt. അപ്പൊ ഈ കിണറിന്റെ ഉടമ ഇതുവരെ ഇത് മൂടാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇത് കവർ ചെയ്തല്ലോ, ഇത് മൂടപ്പെട്ടല്ലോ, അതുകൊണ്ട് നരേറ്റർ അയാളുടെ എല്ലാ കടങ്ങളും വീട്ടാൻ സഹായിച്ചു. സോൾവിങ് ദ പ്രോബ്ലം നാച്ചുറലി വിത്തൗട്ട് എനി എക്സ്ട്രാ കോസ്റ്റ്. അപ്പൊ വലിയ തുകയൊന്നും ചെലവാക്കാണ്ട് നേച്ചർ തന്നെ ആ പ്രശ്നം സോൾവ് ചെയ്തു. നമുക്ക് ഇതിലെ മീനിങ് നോക്കാം. ഷോമാൻ എന്ന് പറഞ്ഞതിന്റെ പ്രദർശനക്കാരല്ലേ, നടത്തിപ്പുകാരൻ. ഒരു സ്റ്റോളൊക്കെ നടത്തുമ്പോൾ അതിനൊരു നടത്തിപ്പിക്കാരനുണ്ടാവില്ല, ഒരു കാര്യസ്ഥൻ പോലെ, അതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം. ഗേറ്റ് എന്ന് പറഞ്ഞതിന്റെ സന്തോഷം. ക്രൗഡ് എന്ന് പറഞ്ഞ ജനക്കൂട്ടം. ബൂത്ത് എന്ന് പറഞ്ഞാൽ കയ്യിൽ ചെലവാക്കുന്ന സ്റ്റാള്. ഓക്കെ. ലോട്ടറി എന്ന് പറഞ്ഞാൽ ലോട്ടറി. റോഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ റോഡ് എഞ്ചിൻ. സ്റ്റണ്ണഡ് എന്ന് പറഞ്ഞാൽ നെട്ട് അല്ലെങ്കിൽ മുടിന്, രണ്ടർത്ഥമുണ്ട്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുക. മുനിസിപ്പാലിറ്റി, നഗരസഭ. വെൽ വിഷേഴ്സ് എന്ന് പറഞ്ഞാൽ ശുഭപ്രാർത്ഥകരായ ആൾക്കാർ, അതായത് നല്ല ഇത് മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാർ. ജിംഖാന എന്ന് പറഞ്ഞാൽ ക്ലബ്ബ്, സ്പോർട്സ് ഗ്രൗണ്ട്. സ്ലെൻഡർ ബജറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതായത് കുറഞ്ഞ പണം. ഇനി അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയം. പോലീസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ. കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഫലം, പ്രതിഫലം. പാൻഡമോണിയം എന്ന് പറഞ്ഞാൽ കലാപം. ഓക്കെ. നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി. റിവബ്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിധ്വനി. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം. റിസോൾവ് എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക. ഇനി നമുക്ക്
Let us rewind the questions. Page number 78. What would you do if you won a road engine in a lottery? നിങ്ങൾക്ക് ലോട്ടറിയിലൂടെ ഒരു റോഡ് എഞ്ചിൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? If I were a road engine, I would first find a proper place to store it and try to contact experts who could operate or buy it. അപ്പോൾ എനിക്കൊരു റോഡ് എഞ്ചിൻ കിട്ടിയാൽ ഞാൻ ചെയ്യുന്നത് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ പ്ലേസ് ഞാൻ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് കോണ്ടാക്ട് എക്സ്പേർട്സ്, ഇതിൻ്റെ ഒക്കെ എക്സ്പേർട്സ് ഉണ്ടാവില്ല, അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും അല്ലെങ്കിൽ അതെങ്ങനെ ബൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. I would never try to move it without proper help to prevent accidents or damage. The next question, and then why did the people gaze at the narrator as if he were a strange animal? ഒരു വിചിത്ര മൃഗത്തെ പോലെ ആളുകൾ ഇങ്ങനെ കഥാനായകനെ നോക്കാൻ കാരണം എന്ത്? The people stared at him strangely because winning a huge unusual prize like a road engine was unexpected. അപ്പം എല്ലാവരും ഇങ്ങനെ വളരെ അത്ഭുതത്തോടെ നോക്കി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് സംഭവമാണ്. നോ വൺ ഹാഡ് എവർ സീൻ എനിവൺ വിത്ത് എ സച്ച് എ ലാർജ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രൈസ് അറ്റ് എ ഫെയർ ബിഫോർ. ഇങ്ങനെ ഒരു സമ്മാനം ഒരു ഫെയറിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ അതർ ക്യാരക്ടേഴ്സ് ലൈക്ക് ജോസഫ് ദ ടെമ്പിൾ എലിഫന്റ് ആൻഡ് ദ കൂലീസ് ആഡ് ടു ദ ഹ്യൂമർ ഓഫ് ദ സ്റ്റോറി? ഇപ്പം വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഇതിൽ, ജോസഫ്, അതേപോലെ തന്നെ എലിഫന്റ്, അതേപോലെ കൂലീസ്, ഇവരൊക്കെ എങ്ങനെയാണ് ഈ കഥയിലുള്ള പ്രാധാന്യം? Joseph, who knows nothing about driving a road engine, the temple elephant yoked to the engine and 50 coolies pushing it all contribute to comic scene. എല്ലാവരും കൂടി ഒരു കോമിക് സീൻ ആയി പോയിട്ടുണ്ട്. Their uncoordinated efforts lead to chaos. അവരൊക്കെ ഒരു കോർഡിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒരു ബഹളത്തിന് കാരണമായി, മേക്കിംഗ് ദ സിറ്റുവേഷൻ ഫണ്ണി ഫോർ ദ റീഡേഴ്സ്. നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ നെറേറ്റർ ഇനീഷ്യൽ enthusiasm ചേഞ്ച് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം? അപ്പോൾ ആദ്യം ഈ നെറേറ്ററിന് ഭയങ്കര ആവേശമായിരുന്നു, പിന്നെ അത് എങ്ങനെ ചേഞ്ച് ചെയ്തു? Initially, the narrator was thrilled and affectionate towards the road engine, visiting it daily. അപ്പോൾ ആദ്യം നല്ലൊരു ആകാംക്ഷയായിരുന്നു, നല്ല ത്രില്ലായിരുന്നു, ഇത് അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ as he faces difficulties in movie stories and maintaining it, his enthusiasm turns into frustration, worry and desperation. അങ്ങനെ പിന്നെ ഇതിങ്ങനെ ഓരോ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയപ്പം ഇത് സ്റ്റോർ ചെയ്യാനും ഇതായിട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ല, ഇതിന് മെയിൻ്റനൻസ് ഒരുപാട് ചിലവ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആവേശമൊക്കെ എന്തായി മാറ്റി, ഫ്രസ്ട്രേഷനും വറിയും ഡെസ്പറേഷനും നിരാശയും വിഷമൊക്കെ വരാൻ തുടങ്ങി. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡു യു തിങ്ക് മെഷീൻസ് ലൈക്ക് എ റോഡ് എഞ്ചിൻ ഹാവ് ബിക്കം ഔട്ട്ഡേറ്റഡ് ബൈ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മെഷീനൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിന്ന്? Traditional road engines like the one in the story are largely outdated because modern construction uses advanced motorized and automated rollers which are faster and safer. ഇപ്പോൾ ഇങ്ങനത്തെ റോഡ് എഞ്ചിൻ ഒന്നും ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, കാരണം ഇതൊക്കെ ഔട്ട് ഓഫ് ഡേറ്റ്. ഇപ്പോൾ നല്ല അഡ്വാൻസ് ആയിട്ടുള്ള നല്ല ഓട്ടോമാറ്റിക് റോളേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. However, some small or rural project may still use similar machines for basic work. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ബേസിക് ആയിട്ടുള്ള വർക്കിനൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആക്ടിവിറ്റി ആണ്. ലെറ്റ് us recall and recreate. പേജ് നമ്പർ 89 ആണ്. ഇപ്പോൾ ആക്ടിവിറ്റി 1 ഇവിടെ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. You might have noted the undertone of humor in the story Engine Trouble. You might also have noticed that R.K. Narayan has used devices like exaggeration for humorous effect. Let us now try to draft the instruction manual in humorous tone. Here is a sample. It is an instruction manual for operating road engine. അപ്പോൾ നമ്മളൊരു ഓപ്പറേറ്റിംഗ് റോഡ് എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുക, അത് നല്ല ഹ്യൂമറസ് ആയിട്ട് നല്ല കോമഡി ഒക്കെ ചേർത്തിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ദ എഞ്ചിൻ, ലൊക്കേറ്റ് ദ ഇഗ്നിഷൻ കീ. ദിസ് ഈസ് യൂഷ്വലി ഫൗണ്ട് ഇൻ യുവർ പോക്കറ്റ് ഓർ ഇൻ യുവർ ഫ്രണ്ട്സ് സ്കൂൾ ബാഗ്. അപ്പോൾ ആദ്യം നമ്മൾ കീ കണ്ടുപിടിക്കണം, അത് എവിടെ കാണും, ഒന്നുകിൽ നിങ്ങളെ പോക്കറ്റിൽ. അങ്ങനെ ഹ്യൂമറസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേൺ ദ കീ ഓൺ ആക്കുക. ജനറലി ആസ് ഇഫ് ട്രൈങ് ടു വേക്ക് അപ്പ് സ്ലീപ്പിംഗ് ബേബി, ഒരു ഉറങ്ങുന്ന കുട്ടിയെ ഉണർത്തുന്ന പോലെ അത്രയും സോഫ്റ്റ് ആയിട്ട്, അങ്ങനെ ഒരു കോമിക് സ്റ്റൈലാണ്, കോമഡി സ്റ്റൈലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ദ റോളർ, ട്രബിൾ ഷൂട്ടിംഗ്, കോമൺ പ്രോബ്ലം, മെയിൻ്റനൻസ് സ്ട്രിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, നൗ ട്രൈ ടു പ്രിപ്പയർ ഹി സിമിലർ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഫോർ ഓപ്പറേറ്റിംഗ് മൊബൈൽ ഫോൺ. ഒരു മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ ഇതേപോലെ കോമഡി ഒക്കെ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെപ്പ് 1, ടേണിംഗ് ഓൺ ദ ഫോൺ. ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഫോൺ ടേൺ ഓൺ ചെയ്യാണ് ചെയ്യുക. ഫൈൻഡ് ദ പവർ പാർട്ട്. പവർ പാർട്ട് നോക്കുക.
യൂഷ്വലി ഹിഡൻ ഇൻ എ പ്ലേസ് യു വിൽ നെവർ ഫൈൻഡ് വെൻ യു നീഡ് ഇറ്റ് മോസ്റ്റ്. നിങ്ങൾ ഒരിക്കലും കാണാത്ത സ്ഥലത്തേക്ക് എപ്പോഴും പവർ ബട്ടൺ ഉണ്ടാവുക. ഇനി അടുത്ത പ്രസ് ആൻഡ് ഹോൾഡ്. ജനറലി പ്രസ് ദ പവർ ബട്ടൺ. ഇഫ് നത്തിങ് ഹാപ്പൻസ് പ്രസ് ഹാർഡ് ബട്ട് നോട്ട് സോ ഹാർഡ് ദാറ്റ് യു കോൾ യുവർ നെയ്ബർ ആക്സിഡൻ്റലി. അപ്പോൾ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പം പ്രസ് ചെയ്യുമ്പോൾ പവർ ബട്ടൺ ഓൺ ആവും. ഇനി അഥവാ ഓൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ല ഹാർഡായിട്ട് നിങ്ങൾ പ്രസ് ചെയ്യുക. നിങ്ങളുടെ നെയ്ബർ ഒന്നും ഇത് കേട്ടിട്ട് നിങ്ങൾ വിളിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഹാർഡറിലൊന്നും നിങ്ങൾ പ്രസ് ചെയ്യാൻ നിൽക്കരുത്. വെയിറ്റ് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. ഇഫ് ദ സ്ക്രീൻ ഡസൻ ലൈറ്റ് അപ്പ് ഇമ്മീഡിയറ്റ്ലി സ്റ്റെയർ അറ്റ് ഇഫ് until it feels guilty enough to obey. Unlocking the phone, enter the passcode or pattern. If you have forgotten it, congratulations, you have created the perfect security system. അപ്പോൾ നിങ്ങൾ പാസ്കോഡ് എൻ്റർ ചെയ്യുക. നിങ്ങൾ ഫോർഗെറ്റ് ചെയ്തിട്ട് അതിനെന്താ കാരണം നിങ്ങളൊരു പെർഫെക്റ്റ് സെക്യൂരിറ്റി സിസ്റ്റത്തിലാണെന്ന് മനസ്സിലാക്കാം. ഫേസ് റിക്കഗ്നീഷൻ മേക്ക് ഷുവർ യു ലുക്ക് ലൈക്ക് യുവർ സെൽഫ്. മോർണിംഗ് ഫേസ് മേ കൺഫ്യൂസ് ദ ഫോൺ. അപ്പം നിങ്ങളായിട്ട് നല്ല ഇതിൽ നിൽക്കുക. കാരണം രാവിലത്തെ മുഖമൊക്കെ മുഖത്ത് മൊബൈൽ ഫോൺ കാണിച്ചിട്ട് ചിലപ്പോൾ നമ്മളല്ലാതാണോ എന്നൊക്കെ മൊബൈൽ ഫോണിന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഫിംഗർ പ്രിന്റ് സെൻസർ ക്ലീൻ യുവർ ഹാൻഡ്സ്. യുവർ സമൂസ ഓയിൽ വോണ്ട് ഹെൽപ്പ്. അപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ ഹാൻഡ്സ് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ സമൂസ അങ്ങനെ കഴിച്ചാൽ അതിൻ്റെ ഓയിലൊക്കെ ഉണ്ടാവും. ഇനി അടുത്ത മേക്കിംഗ് എ കോൾ. ഓപ്പൺ ദ ഫോൺ ആപ്പ്. ഇറ്റ് ഈസ് ദ വൺ ലുക്ക് ലൈക്ക് ആൻ ഏൻഷ്യൻറ്റ് ലാൻഡ് ലൈൻ റിസീവർ. ഡയൽ ദ നമ്പർ കെയർഫുള്ളി. One wrong digit and you might call your principal instead of your friend. നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒരക്കം തെറ്റിയാൽ ചിലപ്പോൾ നിങ്ങൾ പ്രിൻസിപ്പലിനെ ആയിരിക്കും വിളിക്കുന്നത്. എന്താ കോൾ എൻഡ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ദിസ് ടിപ്പ് ഓർ യു വിൽ ഹിയർ യുവർ ഹോൾ ഡേ ഡിസ്കസ്ഡ് ബൈ ആക്സിഡൻറ്റ്. നിങ്ങൾ കോൾ എൻഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾ നിങ്ങളെല്ലാ കാര്യങ്ങളും കേൾക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് ഫോർ യൂസിങ് ആപ്സ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. പോസ്റ്റ് വൈസ്ലി. റിമെമ്പർ സ്ക്രീൻഷോട്ട്സ് ലൈവ് ഫോർവേഡ്. നല്ലവണ്ണം ആലോചിച്ചിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുക. ക്യാമറ. സ്മൈൽ നാച്ചുറലി സീയിങ് യുവർ എക്സാം റിസൾട്ട് നോട്ട് ലൈക്ക് യുവർ സ്മൈൽ നാച്ചുറലി. നിങ്ങൾ നാച്ചുറലായിട്ട് ചിരിക്കുക. നോട്ട് ലൈക്ക് സീയിങ് യുവർ എക്സാം. നിങ്ങൾ എക്സാമിന് കാണുന്ന പോലെയൊന്നല്ല നിങ്ങൾ ചിരിക്കേണ്ടത്. നല്ല നാച്ചുറലായിട്ട് ചിരിക്കുക. നോട്ട് ലൈക്ക് യു ആർ സീയിങ് യുവർ എക്സാം. ഇങ്ങനെയാണ് ഈ സെൻറ്റൻസ് ഇവിടെയാണ് വരേണ്ടത്. ഓക്കെ, ഇവിടെയാണ് വരേണ്ടത് ഈ സെൻറ്റൻസ്. ഗെയിംസ്. വൺ റൗണ്ട് മീൻസ് അറ്റ്ലീസ്റ്റ് 10. ആ ഗെയിംസ് കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു റൗണ്ട് വിചാരിച്ച് നിങ്ങളൊരു 10 റൗണ്ടെങ്കിലും കളിക്കും. ട്രബിൾ ഷൂട്ടിംഗ് കോമൺ പ്രോബ്ലം. ഫോൺ ഫ്രീസസ്. ഫോൺ ഫ്രീസായി പോയില്ല. ഡോൺ പാനിക്. ജനറലി ടാപ്പ് ദ ഫോൺ നോട്ട് യുവർ ഹെഡ്. അപ്പം ഫോണിനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഹെഡല്ല ടാപ്പ് ചെയ്യേണ്ടത്. ബാറ്ററി ഡൈസ് ക്വിക്ലി. മേ ഇറ്റ് ബി ടയേർഡ് ഓഫ് യുവർ ഹാൻഡ്ലെസ് സെൽഫീസ്. അപ്പം ബാറ്ററി ഡൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ സെൽഫി എടുത്താൽ അതിന് മടുത്ത് കാണുന്നു. സ്റ്റോറേജ് ഫുൾ. ഡിലീറ്റ് സ്ക്രീൻഷോട്ട്സ് ഓഫ് ഫുഡ് യു ഹാവ് ഓൾറെഡി ഈറ്റൻ ഇറ്റ്. അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ കുറേ ഫുഡിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾ ഫുഡൊക്കെ ഓൾറെഡി തിന്നതിന്. രസകരമായ രീതിയിൽ നിങ്ങൾ ചെയ്യാനാണ് ആക്ടിവിറ്റി 1 പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 2. റൈറ്റ് എ ന്യൂ ആർട്ടിക്കിൾ റിപ്പോർട്ടിംഗ് ദ ചാവേഴ്സ് ദാറ്റ് ഹെറപ്റ്റഡ് ദ നരേറ്റീവ് അറ്റംപ്റ്റ് ടു മൂവ് റോഡ് എൻജിൻ. ഇനി അടുത്തത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ നരേറ്റർ അവിടെ റോഡ് എൻജിൻ മാറ്റിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊരു ന്യൂസ് റിപ്പോർട്ട്. ചാവേഴ്സ് അറ്റ് ജിംഖാന ഗ്രൗണ്ട്സ് ആസ് റോഡ് എൻജിൻ ഗോസ് ഔട്ട് ഓഫ് കൺട്രോൾ. അപ്പം നമ്മൾ എന്താ ചെയ്യണം, ഒരു ഹെഡിങ് എഴുതണം. അപ്പോൾ നമ്മൾ സ്ഥലം എഴുതാം, ഡേറ്റ് എഴുതാം. മൈസ് 14th October 2025. Yesterday, a local resident attempted to move a road engine he won in a lottery coast Chavos at the Gymkhana grounds. Using 50 coolies, a dismissed bus driver, and even a temple elephant, the narrator tried to transport the massive engine. The effort quickly went out of the control as the engine warped, smashed a section of a compound wall, and created panic among the crowd. Police arrived on the scene to restore order. The narrator had to pay for the damages, workers' wages, and the elephant's treatment. Interestingly, a minor earthquake later caused the engine fall into a disused well, resolving the problem and clearing the narrator's debts. Residents described the incident as both alarming and humorous, calling it an unforgettable spectacle. ഇനി നമുക്ക് അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതിൻ്റെ ബെനിഫിറ്റ്സും ഹാംഫുൾ എഫക്ട്സും നമ്മൾ എഴുതാനാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ let us analyze the above passage. The following question might help you. How do you think technology is going to change the world? Will computer develop feelings? Why not? How is അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു തിങ്ക് ടെക്നോളജി ഈസ് ഗോയിങ് ടു ചേഞ്ച് ദ വേൾഡ്? ലോകം മാറ്റിമറിക്കാൻ ഈ ടെക്നോളജിക്കൊക്കെ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
ടെക്നോളജി ഈസ് ഗോയിങ് ടു മേക്ക് അവർ ലൈഫ്സ് ഈസിയർ ആൻഡ് ഫാസ്റ്റ്. അപ്പം ടെക്നോളജി കൊണ്ട് നമ്മുടെ ലൈഫിന് ഒരുപാട് മാറ്റമുണ്ട്. കുറച്ചും കൂടി ഈസി ആയി, കുറച്ചും കൂടി ഫാസ്റ്റ് ആയി. ഇറ്റ് വിൽ ഹെൽപ്പ് us make a better decision, communicate quickly, and solve big problems. However, it can also create new challenges like job loss, misinformation, and over dependence on machines. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് ഈസിയാണ്, ഫാസ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാം ടെക്നോളജി ഉണ്ട്. പക്ഷേ ഇതെന്താണ്, ഒരുപാട് പുതിയ ചലഞ്ചസ് ഉണ്ട്. എന്താണ് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും, പിന്നെ തെറ്റായ വിവരങ്ങൾ നമുക്ക് കിട്ടാം, പിന്നെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ മെഷീൻ ഉപയോഗിച്ച് ശീലമായ നമ്മൾ അതിനെ തന്നെ എപ്പോഴും ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. വിൽ കമ്പ്യൂട്ടർ ഡെവലപ്പ് ഫീലിംഗ് വൈ ഓർ വൈ നോട്ട്? നോ, കമ്പ്യൂട്ടർ വിൽ നോട്ട് ഡെവലപ്പ് ഫീലിങ്സ് ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് കോൺഷ്യസ്നെസ്. അപ്പോൾ അവർക്ക് തലച്ചോറ് അല്ലെങ്കിൽ ബോധം, ഓർമ്മ അതൊന്നും ഇല്ല. ദേ ക്യാൻ സോൾവ് പ്രോബ്ലംസ് ആൻഡ് ഫോളോ കമൻറ്റ്സ്. അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുക, നമ്മൾ എന്ത് കമാൻഡാണോ കൊടുക്കുന്നത് അത് ഒബേ ചെയ്യുക, അത് ഫോളോ ചെയ്യുക. ബട്ട് ദേ കനോട്ട് ഫീൽ ഇമോഷൻസ് ലൈക്ക് ലവ്, ഫിയർ ഓർ ഹാപ്പിനെസ്. അവർക്ക് ഇമോഷൻസ് ഒന്നുമില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് എ ഐ യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് പീപ്പിൾസ് ഇമോഷൻ? എ ഐ ഈസ് ടു സ്റ്റഡി പീപ്പിൾസ് ഓൺലൈൻ ബിഹേവിയർ ആൻഡ് ഇൻട്രസ്റ്റ് ത്രൂ സോഷ്യൽ മീഡിയ. ഇപ്പോൾ എ ഐ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൺലൈനിൽ ഇപ്പം എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മളിപ്പം എന്താ പറയുക, പഠനത്തിൻ്റെ കാര്യമാണോ, അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് കാര്യമാണോ, അല്ലെങ്കിൽ മോട്ടിവേഷൻ റിലേറ്റഡ് കാര്യമാണോ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ ഓൺലൈൻ ബിഹേവിയർ എന്താണെന്ന് പെട്ടെന്ന് തന്നെ ഇതിന് മനസ്സിലാവും. ആൻഡ് ഇൻട്രസ്റ്റ് ടു സോഷ്യൽ മീഡിയ. ദിസ് ഇൻഫോർമേഷൻ ആൻഡ് ദെൻ യൂസ്ഡ് ടു ഷോ ദം സർട്ടൻ അഡ്വർടൈസ്മെൻറ്റ് ഓർ മെസ്സേജസ് ദാറ്റ് ഇൻഫ്ലുവൻസ് വാട്ട് ദേ ബൈ ഓർ ഹൂം ദേ സപ്പോർട്ട് ഇൻ ഇലക്ഷൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യം, നമ്മളിപ്പം സ്പോർട്സിൻ്റെ കാര്യം തന്നെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ പരസ്യങ്ങൾ വരുന്നതായിരിക്കും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഷൂ, അഡിഡാസിൻ്റെ ഷൂ, നൈക്കിൻ്റെ ഷൂ, അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് അത് ഡിസിഷൻ എടുക്കാനും, നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ഷനിൽ ആരെ സപ്പോർട്ട് ചെയ്യും, നമ്മളിപ്പോൾ പൊളിറ്റിക്കലായിട്ട് കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ എന്താ സ്പോർട്സ് റിലേറ്റഡ്, എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ സിനിമ കുറേ കാണുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പാട്ട് കുറേ കാണുന്ന ആൾക്കാർ, അതൊക്കെ നമ്മുടെ ബിഹേവിയർ എന്താണ് ഈ ഫോണിന്, അതായത് സോഷ്യൽ മീഡിയയിൽ എന്താണ് നമ്മുടെ ബിഹേവിയറിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന് അറിയാം. ഓക്കെ, ആർ വി റിലൈങ് ടു മച്ച് ഓൺ ടെക്നോളജി? വൈ? നമ്മൾ കൂടുതൽ ഇവരെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? യെസ്, we are increasingly relying on technology on for daily task, decision making and communication. While it is helpful, excessive dependence may reduce critical thinking, creativity and personal interaction. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ടെക്നോളജിനെ നമ്മുടെ ഡെയിലി ടാസ്ക് ചെയ്യാനും അതേപോലെ ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അധികം ഒന്നിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്താൽ യൂസ് ക്രിറ്റിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി. അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള തിങ്ക് ചെയ്യാനോ നമ്മുടെ ക്രിയേറ്റിവിറ്റിയോ നമ്മുടെ പേഴ്സണൽ ഇൻട്രാക്ഷനോ ഒക്കെ ലോസ് ആയി പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി റിട്ടേൺ അവർ ഹ്യൂമാനിറ്റി ഇൻ ദിസ് എറ ഓർ ഇവോൾവിംഗ് ടെക്നോളജി? ഇങ്ങനെ ടെക്നോളജിയാണ് എല്ലാ സ്ഥലത്തും നോക്കിയാൽ കാണുന്നത്, അപ്പോൾ നമുക്ക് എങ്ങനെ മനുഷ്യത്വം നിലനിർത്താം എന്നുള്ള ചോദ്യമാണ്. We can retain our humanity by using technology wisely and with kindness. We should think before we act, value real human relationship, and make more decisions instead of depending fully on machines. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് us conduct a debate in the class on the topic use of technology, a boon or bane. ബൂൺ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ബെയിൻ എന്ന് പറഞ്ഞാൽ ശാപം. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണോ അല്ലെങ്കിൽ ശാപമാണോ? യു ക്യാൻ ഫോം ടു ഗ്രൂപ്പ്സ്. ഈച്ച് ഗ്രൂപ്പ് മേ സീക്ക് ടു ജസ്റ്റിഫൈ one aspect of the topic. One person could take the role of a moderator to facilitate a debate. ഇപ്പോൾ ഡിബേറ്റ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരു മോഡറേറ്റർ വേണം. രണ്ട് ഗ്രൂപ്പിനെയും നയിക്കാൻ, നല്ല രീതിയിൽ കൊണ്ട് പോകാൻ ഒരു മോഡറേറ്റർ വേണം. പിന്നെ എന്താണ്, ബെനഫിറ്റ്സും പറയാം, ഹാംഫുൾ എഫക്റ്റും പറയും. ഒരു കൂട്ടർ ബെനഫിറ്റ്സ് പറയുമ്പോൾ ഒരു കൂട്ടർ അതിനെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. You may use the following expression in the course of debate. Welcome everyone today's debate. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് മോഡറേറ്റർ ഇങ്ങനെ പറയാണ്, ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ടു ടുഡേയ്സ് ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് യൂസ് ഓഫ് ടെക്നോളജി, എ ബൂൺ ഓർ എ ബേ. അപ്പോൾ മോഡറേറ്റർ ആദ്യം പറയുകയാണ്, ഗുഡ് മോർണിംഗ് എവരി വൺ, നമുക്ക് ഇന്ന് ഒരു ഡിബേറ്റ് ഉണ്ട്. ഡിബേറ്റിൻ്റെ ടോപ്പിക് യൂസ് ഓഫ് ടെക്നോളജി, എ ബൂൺ ഓർ ബെയിൻ. ബൂൺ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ബെയിൻ എന്ന് പറഞ്ഞാൽ ശാപം. അപ്പോൾ ടെക്നോളജി അനുഗ്രഹമാണോ ശാപമാണോ എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക്. ടെക്നോളജി ഹാസ് ചേഞ്ച്ഡ് വെരി പാർട്ട് ഓഫ് അവർ ലൈഫ്സ്, ഫ്രം കമ്മ്യൂണിക്കേഷൻ ടു എഡ്യൂക്കേഷൻ, ഫ്രം മെഡിസിൻ ടു എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ടെക്നോളജി
എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആയാലും അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിലായാലും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായാലും നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആയാലും ഇന്ന് ടെക്നോളജി വളരെയധികം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ ക്വസ്റ്റ്യൻ റിമൈൻസ്, ഇസ് ടെക്നോളജി ട്രൂലി എ ബ്ലെസ്സിങ് ഓർ ഇറ്റ് ഹാസ് ബിക്കം എ കേഴ്സ്? അപ്പോൾ ചോദ്യം ഇതാണ്, ഇതൊരു അനുഗ്രഹമാണോ അല്ലെങ്കിൽ ഇതൊരു ശാപമാണോ എന്നാണ് നമ്മുടെ ചോദ്യം നിലനിൽക്കുകയാണ്. ലെറ്റ് us hear what our two teams have to say. ഇന്ന് നമ്മുടെ കൂടെ 2 ടീമുണ്ട്, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് എ വിൽ ആർഗ്യൂ ദാറ്റ് ടെക്നോളജി ഈസ് എ ബോൺ, എ ബ്ലെസ്സിങ് ഫോർ ഹ്യൂമൻ കൈൻഡ്. ഗ്രൂപ്പ് എ ടെക്നോളജി ഒരു അനുഗ്രഹമാണ് എന്നതിനെ കുറിച്ച് ആർഗ്യൂ ചെയ്യും. ഗ്രൂപ്പ് ബി വിൽ ആർഗ്യൂ ദാറ്റ് ടെക്നോളജി ഈസ് എ ബെയിൻ, എ കോസ് ഓഫ് ആൾ. ഗ്രൂപ്പ് ബി ആർഗ്യൂ ചെയ്യുന്നത് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ശാപമാണ്, ഒരു ഉപദ്രവമാണ് എന്നാണ്. ഗ്രൂപ്പ് എ, ടെക്നോളജി എ ബോൺ. അപ്പോൾ ആദ്യത്തെ ആൾ പറയാണ്, from our perspective, technology is one of the greatest gifts to humanity. It has made life easier, faster and more comfortable. We can connect with anyone in the world within second. ഒരാൾ പറയാണ്, നമുക്ക് വേൾഡിലുള്ള എല്ലാവരെയും ആരെ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫ് ഈസി ആയി കംഫർട്ടായി എന്നൊക്കെ പറയാം. രണ്ടാമത്തെ ആൾ പറയുന്നത്, എവിഡൻസ് സജസ്റ്റ് ദാറ്റ് ടെക്നോളജി ഹാസ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് കെയർ ആൻഡ് സേവ്ഡ് മില്യൺസ് ഓഫ് ലൈഫ്സ്. ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ ശ്രദ്ധ കൂടിയിട്ടുണ്ട്. ത്രൂ ഓൺലൈൻ ലേണിംഗ്, ഈവൻ സ്റ്റുഡൻസ് ഇൻ റിമോട്ട് വില്ലേജ് ക്യാൻ ആക്സസ് വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ. ഇപ്പം വളരെ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർക്ക് വരെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ആൾ പറയാണ്, ടെക്നോളജി ഹാസ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ എവറി ഫീൽഡ്, അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഡസ്ട്രി, ആൻഡ് ഇറ്റ് ഹെൽപ്സ് അസ് വർക്ക് സ്മാർട്ട്ലി ആൻഡ് നോട്ട് ജസ്റ്റ് ഹാർഡ്. നാലാമത്തെ ആൾ പറയാണ്, while there may be some misuse, it is not the fault of technology, it is how humans use it. Used wisely, technology is a boon to mankind. അപ്പം നമുക്ക് മിസ്യൂസ് ഉണ്ടാവാം, പക്ഷെ അത് ടെക്നോളജിയുടെ കുഴപ്പമില്ല, അത് ഉപയോഗിക്കുന്ന ആളുടെ കുഴപ്പമാണ്. ഹൗ ഹ്യൂമൻ യൂസ് ഇറ്റ്, എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ടെക്നോളജി ഉപയോഗിക്കുന്നത് അതിനനുസരിക്കും അതിൻ്റെ റിസൾട്ട്. അപ്പോൾ യൂസ് വൈസ്ലി, നമ്മൾ വിവേകത്തോടു കൂടി നമ്മൾ ഉപയോഗിക്കുക എന്ന് നാലാമത്തെ ആൾ പറയാണ്. ഇനി ഗ്രൂപ്പ് ബിയിലുള്ള ടെക്നോളജിയാണ്, അത് ശാപമാണോ, അതായത് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് നോക്കാം. ഫസ്റ്റ് വൺ, we disagree with the points because technology is not always a blessing. It has made people lazy, dependent and socially isolated. അപ്പോൾ ഞാൻ ഇതിനുമായിട്ട് ഡിസഗ്രി ചെയ്യാമെന്നാണ് ആദ്യത്തെ ആൾ പറയുന്നത്. കാരണം ടെക്നോളജി ഒരു അനുഗ്രഹം ഒന്നുമല്ല, അത് ആൾക്കാരെ മടിയന്മാരാക്കുന്നു, പിന്നെ എപ്പോഴും എന്തിനേയും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു, പിന്നെ സോഷ്യലി ഐസൊലേറ്റ്, ഒറ്റപ്പെട്ടിട്ടാണ് മനുഷ്യർ നിൽക്കുന്നത്. രണ്ടാമത്തെ ആൾ പറയും, ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ആർ റിയൽ ഇഷ്യൂസ്. ഒരുപാട് ആൾക്ക് ജോബ് പോയി, പിന്നെ തൊഴിലില്ലായ്മ, ഇതൊക്കെ റിയൽ ഇഷ്യൂസാണ്. മെഷീൻസ് ആൻഡ് റോബോട്ട്സ് ആർ റീപ്ലേസിങ് ഹ്യൂമൻ വർക്കേഴ്സ്. മനുഷ്യന് പകരം ഇപ്പോൾ റോബോട്ട്സും മെഷീനുമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ആൾ പറയാം, ടെക്നോളജി ആർ also harms mental health. Excessive screen time leads to stress, anxiety and addiction, especially among children. പിന്നെ ടെക്നോളജി കൊണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം വളരെയധികം ഹാംഫുൾ ആവുന്നുണ്ട്. ഈ എക്സസീവ് സ്ക്രീൻ ടൈം, ഒരുപാട് സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നത് കൊണ്ട് സ്ട്രെസ് ഉണ്ടാവുന്ന, ആൻസൈറ്റി ഉണ്ടാവുന്ന, അതേപോലെ തന്നെ അഡിഷൻ അതും ഉണ്ടാവുന്നുണ്ട് among children. അപ്പം ഇന്നിപ്പോൾ എല്ലാവരും അടിമപ്പെട്ട് നിൽക്കുകയാണല്ലേ, ഫോണിലായാലും ഫോണിൽ ഇങ്ങനെ യൂസ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അതിനൊരു നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നാലാമത്തെ ആൾ പറയാണ്, വൈൽ ടെക്നോളജി ബ്രിങ്സ് കംഫർട്ട്, ഇറ്റ് ഓൾസോ ബ്രിങ്സ് ഡേഞ്ചർ, ഡാറ്റ ത്രെഫ്റ്റ്, ഫേക്ക് ന്യൂസ്, സൈബർ ക്രൈം ആൻഡ് എൻവയോൺമെൻറ്റൽ ഡാമേജ്. ദെർഫോർ ഇറ്റ്സ് ബിക്കം മോർ ഓഫ് എ ബെയിൻ ദാൻ എ ബോൺ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഡാറ്റ മോഷണം പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ ഒരുപാട് ഫോൺ വരും. ഇന്ന സ്ഥലത്ത് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ഉണ്ട്, ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ മോന് ഇങ്ങനെ 9th പഠിക്കല്ലേ, 10th കഴിഞ്ഞതല്ലേ, ഇന്ന ക്ലാസ്സിൽ കോച്ചിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഫോൺ നമ്പറൊക്കെ കിട്ടുന്നതെന്ന് സ്വാഭാവികമായിട്ട് ഒരു സാധാരണ അമ്മ വിചാരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഫോൺ നമ്പറൊക്കെ അവിടെ ഡാറ്റ ഒക്കെ പോകുകയാണ്. നമ്മളാർക്കും ഫോൺ നമ്പറൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ അത് എവിടെ നിന്നൊക്കെ മിസ്യൂസ് ചെയ്ത് ഓരോരുത്തരുടെ കയ്യിലെത്തുന്നു. അപ്പോൾ ഈ ഡാറ്റ തെഫ്റ്റ് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഫേക്ക് ന്യൂസ്, പിന്നെ ഒരുപാട് ഫേക്ക് ന്യൂസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഏതെങ്കിലും സെലിബ്രിറ്റി മരണം അടഞ്ഞു എന്നൊക്കെ ഫേക്ക് ന്യൂസ് എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സൈബർ ക്രൈം ഒരുപാടുണ്ട്, ആൻഡ് എൻവയോൺമെൻറ്റൽ ഡാമേജ്. അതുകൊണ്ട് ഇത് ബെയിനെക്കാട്ടിയും അനുഗ്രഹത്തിനെക്കാട്ടിയും ഇതൊരു ശാപമാണ് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി മോഡറേറ്റർ ആണ് അതൊന്ന് അവസാനിപ്പിക്കേണ്ടത്. അപ്പം മോഡറേറ്റർ പറയാണ്,
താങ്ക് യു ബോത്ത് ഗ്രൂപ്പ്സ് ഫോർ യുവർ വാല്യുവബിൾ ആർഗ്യുമെന്റ്സ്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഈ വിലപ്പെട്ട ആർഗ്യുമെന്റ്സിനൊക്കെ വളരെയധികം നന്ദി. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ടെക്നോളജി ക്യാൻ ബി ബോത്ത് ബോൺ ആൻഡ് ഹെബെയിൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വൈസ്ലി വി യൂസ് ഇറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ടെക്നോളജി ഒരു ശാപവുമാണ്, ഒരു അനുഗ്രഹവുമാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. ലെറ്റ് us റിമെമ്പർ ടെക്നോളജി ഷുഡ് സെർവ് ഹ്യൂമാനിറ്റി, നോട്ട് കൺട്രോൾ ഇറ്റ്. അപ്പം നമ്മളത് എന്തിന് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കണം, അതിനെ കൺട്രോൾ ചെയ്യരുത്. ടെക്നോളജി നമ്മളെ കൺട്രോൾ ചെയ്യരുത്. നമ്മളത് വളരെ വിവേകത്തോടു കൂടി നമ്മൾ അതിനെ ഉപയോഗിക്കാം. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The narrator tries to convince the municipal chairman to buy the road engine. Now let us enact the scene after preparing a script. അപ്പോൾ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് മുനിസിപ്പൽ ചെയർമാനോട് ഈ എന്താണ് റോഡ് എഞ്ചിന് വാങ്ങിപ്പിക്കണം. അതിന് അവരുള്ളൊരു കോൺവെർസേഷൻ നമുക്ക് നോക്കാം. Narrator: Good morning, sir. I have come with a special offer, a road engine. ഞാൻ റോഡ് എഞ്ചിനായിട്ട് വന്നാണ്. റോഡ് എഞ്ചിൻ, വാട്ട് ആം ഐ സപ്പോസ്ഡ് ടു ഡു വിത്ത് ദാറ്റ്? എനിക്ക് എന്താ ഇതിൽ ചെയ്യാൻ പറ്റുക? Narrator: You can buy it for municipality. നിങ്ങൾക്ക് അത് മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി വാങ്ങാൻ പറ്റും. ഇറ്റ് വിൽ മേക്ക് അവർ റോഡ് സ്മൂത്ത് ആൻഡ് സ്ട്രോങ്. അത് നമ്മുടെ റോഡ് സ്മൂത്തും സ്ട്രോങ്ങും ആക്കും. ഐ ഹിയർഡ് ഇറ്റ് ഓൾറെഡി കോസ്റ്റ് സം ട്രബിൾ. ഞാൻ കേട്ടിട്ടുണ്ട് ഇതെന്തോ ഒരു പ്രശ്നത്തിലൊക്കെ പെട്ടിട്ടുണ്ടെന്ന്. അപ്പം മൈനർ ഇഷ്യൂ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. സർ, വൺസ് റിപ്പയർഡ് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഒന്ന് റിപ്പയർ ചെയ്താൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് വെർ വിൽ ബി ഈവൻ കീപ് സച്ച് എ ഹ്യൂജ് മെഷീൻ? നമ്മളവിടെ ഇത്രയും വലിയ മെഷീനൊക്കെ സ്റ്റോർ ചെയ്യാം. ഐ ആം റെഡി ടു ഹെൽപ്പ് വിത്ത് ദാറ്റ് ടു. ഞാൻ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാം. ചെയർമാൻ ചിരിക്കണേ. വെരി വെരി യങ് മാൻ, വി വിൽ കൺസിഡർ ഇറ്റ്, ബട്ട് കീപ് ഔട്ട് ഓഫ് മൈ ഓഫീസ്. ഞാൻ അതൊക്കെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എൻ്റെ ഓഫീസിൽ നിന്ന് പോയിക്കോളൂ എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു. നമ്മൾ മീനിങ്സ് നോക്കി, സമ്മറി നോക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി, അതേപോലെ അടിസ്ഥാന പാഠാവലി, പിന്നെ മാത്സ്, ഇതൊക്കെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ്, ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് കിട്ടിയ ഒരു സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു.